ഇത് നോക്കിയാണ്ടാ, നോക്കിയ ഇതിന്റെ വലിപ്പം. ഈ പോകാൻ വേണ്ടിട്ട് ഇറങ്ങാണ് ഞാനും അമ്മയും ഷായേട്ടനും. നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ പ്രാവ് അപ്പൊ ഉണ്ടല്ലോ അമ്മ നോക്കിയതാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടെ. നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ പ്രാവുകളുണ്ടല്ലോ നമ്മള് വളർത്തുന്നതല്ലാട്ടാ. ഇവര് നമ്മുടെ വീട്ടില് തന്നെ വന്ന് കൂടിയതാണ്. ആദ്യമൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിരുന്നു. അപ്പൊ നമ്മള് നല്ല അടുത്തേക്ക് ചെല്ലുമ്പോ വന്നിരുന്നില്ല. ഇപ്പൊ പക്ഷെ ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് ഇപ്പൊ നമ്മുടെ അടുത്ത് പേടിയില്ല. ഇങ്ങനെ വന്ന് തിന്നവര് ഇട്ടുകൊടുക്കുമ്പോഴേക്കും 6 പേര് വരാറുണ്ട്. ഇനിയിപ്പോ 3 പേരുള്ളൂ കേട്ടോ. 3 പേര് കൂടി വരാറുണ്ട്. അങ്ങനെ നമ്മളോട് ചോദിക്കാണ്ട് നമ്മുടെ വീട്ടില് പുതിയതായിട്ട് താമസമാക്കിയിട്ടുള്ളവരായിട്ടവര്. ഇന്നത്തെ ദിവസത്തിന് നോക്കിയാൽ പ്രത്യേകത ഉണ്ട്. അതൊക്കെ എന്റെ കൂടെ അമ്മയുണ്ട്. അപ്പൊ അതായത് അമ്മ ഇന്നലെയാണ് വന്നത്. അപ്പൊ ഞങ്ങള് ബീട്രൂട്ട് പറിക്കാനാ പോണേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് നോക്കിയാൽ ഞാൻ അമ്മ നല്ല മാച്ചാട്ടാ. എന്താണെങ്കിലേ അമ്മ ഈ സാരി എടുത്ത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തായാലും ഇതേപോലത്തെ ഒരു കളർ ചുരിദാറുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടു. അപ്പൊ അങ്ങനെ മാച്ചിങ്ങിലാണ് ഞങ്ങളിന്ന്. അപ്പൊ നോക്കി നമ്മുടെ ബീട്രൂട്ട് കണ്ട അമ്മ കണ്ടണ്ടാ നോക്കിയേ. നമ്മളിങ്ങനെ കൈ കൊണ്ട് മാന്തുമ്പോ വേണ്ട കണ്ട നല്ല വലിപ്പുണ്ട്. ഇതേ കണ്ടാ ഇതിന്റെ ആയാലും അതേപോലെ നോക്കി ഇപ്പുറത്തായാലും കണ്ടാ. ഇതേ ശരിക്കേ പറക്കേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങള് ഇടയ്ക്കൊക്കെ ഓരോന്ന് പറിച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട മുന്നേ നമ്മള് പറിച്ച് ഇവിടെ നോക്കിയത് നമ്മൾ എടുത്തിട്ട് കറി വെച്ചിട്ടുള്ളതായിട്ട്. ഇവിടേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളിത് പറിച്ച് കറി വെക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോ ഇതെല്ലാം പറിക്കുക. കാരണം എന്താണെന്നറിയോ, ഇവരൊക്കെ ഇനി ചീച്ചില് വരും. ഇപ്പൊ കണ്ട ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങി. കാരണം നോക്കി നല്ല ഭയങ്കര ഇലയായിട്ട് ആദ്യം നിന്നിരുന്ന കണ്ട നോക്കി ഇതിന്റെ ഇലകൾ നോക്കിയേ. നമ്മുടെ ബീട്രൂട്ടുണ്ടല്ലോ കണ്ടാ ഇപ്പൊ ശരിക്കും കരിഞ്ഞു തുടങ്ങി. കണ്ട തുമ്പൊക്കെ കരിഞ്ഞു തുടങ്ങി. അപ്പൊ അതായത് ഇനി നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ക്യാരറ്റ് പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പൊ അയ്യോ എപ്പോഴും തെറ്റും എനിക്ക്. ക്യാരറ്റല്ല ബീട്രൂട്ട് കിട്ടില്ല. അപ്പൊ ഇന്നെല്ലാം പറിക്കാട്ടാ. ഷായിട്ട് പറിച്ചതിന്റെ ഭയങ്കര സുഖ. കൈ കൊണ്ട് തന്നെ വലിച്ചത് കിട്ടും. നോക്കിയേ കണ്ടാ അത്യാവശ്യം നോക്കി നല്ല വലിപ്പുണ്ട്. നമ്മുടെ കൈപ്പത്തിൽ വെച്ച കണ്ട നമ്മളൊരു ഇംഗ്ലീഷ് വളം ഒന്നും ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാലും നോക്കിയേ ഈ വലിപ്പത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടാ. അതെ ഇത് നോക്കിയേ അതിനേക്കാളും വലിപ്പുണ്ട്. പിന്നെ നോക്കിയേ ഇതൊക്കെ ഇല്ലേ നല്ല വലിപ്പില്ലേ. ഇത് നോക്കിയണ്ടാ നോക്കിയ ഇതിന്റെ വലിപ്പം. ഇപ്പൊ നോക്കി നമ്മള് ഇത്രയും കടകൾ പറിച്ചു. എത്ര കട പറിച്ചതേ കണ്ടാ. എല്ലാത്തിനും നല്ല എന്താ പറയാ, നമ്മള് എന്താ പറയാ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കാതെ ഈ വലിപ്പത്തിലൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തന്നെയാട്ടാ. എന്താ ഇവിടെ വെച്ചമ്മേ താഴ്ത്തേക്കാം. പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പറയാ, നമ്മള് പറയും ഉള്ളി നടുമ്പോഴായാലും നമ്മള് കൂടുതലും മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കരുതെന്ന് പറയണ പോലെ തന്നെയായിട്ട് ബീട്രൂട്ടിനായാലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വലുതായി വരുമ്പോ തന്നെ പുറമേക്ക് നിക്കണം. അതാണ് നല്ല വലുപ്പത്തിൽ വരുന്നത് കേട്ടാ. സൂപ്പർ സാധനം. അപ്പൊ അങ്ങനെ നമ്മുടെ നോക്കിയേ ക്യാരറ്റ് പറിക്കല് കഴിഞ്ഞു. അയ്യോ എപ്പോഴും എനിക്ക് തെറ്റ ക്യാരറ്റ് ഒന്നുകൂടി ഉണ്ടല്ലേ. അപ്പൊ ഇതാ ബീട്രൂട്ട് നമ്മളെ പറിക്കല് കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിലും ബീട്രൂട്ട് ഉണ്ടാവും. നമുക്ക് കഴിഞ്ഞ വർഷം ഇതേപോലെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ബീട്രൂട്ട്. നമുക്ക് ഓർമ്മയുണ്ട് അത്. അപ്പൊ ഇനി നമുക്ക് പോയാലോ, അകത്തേക്ക് പോയാലോ. നല്ല ചൂടില്ലേ, ഭയങ്കര ചൂടാണ് ഇന്ന്. പക്ഷെ ചെറുതായിട്ടൊരു മഴക്കാറ് പോലെ ഉണ്ട് കേട്ടാ. ഓ നിങ്ങളോടല്ലടാ പറയണേ.
ഒരു കാര്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കില്ല. വേണ്ട, ഞാൻ പറഞ്ഞത് മനസ്സിലായ പോലെ ഇപ്പൊ മിണ്ടാണ്ടിക്കണ്. കൊറേ ഭാഷക്ക് പഠിച്ചു തോന്നുന്നുണ്ട് അവരുടെ അടുത്ത്. ഈ നേരം വരെ എന്നെ കൊണ്ട് എന്തേലും പറയിപ്പിക്കുമ്പോ നിക്കായിരുന്നു ഇങ്ങനെ. എന്നാലും നോക്കിയേ അത്യാവശ്യം ഉണ്ട് കേട്ടാ. നമ്മുടെ അവിടെ ഇതേമാതിരി ബീറ്റ്റൂട്ട് ഉണ്ടാവും അപ്പൊ. ഇല്ല, നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായത് നല്ല വലിപ്പമുള്ള നമ്മൾ ചട്ടിയില വെച്ചിട്ടുണ്ടായിരുന്നു ബീറ്റ്റൂട്ട്. ക്യാരറ്റ് നിലത്ത് വിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നിലത്ത് ക്യാരറ്റ് വെച്ചത്. അല്ല, ക്യാരറ്റ് അല്ല, ബീറ്റ്റൂട്ട് വെച്ചത്. അതെന്താ ഷായിട്ട് എനിക്ക് എപ്പോഴും ക്യാരറ്റ് കൂടിയുള്ള കാരണം. അപ്പൊ ഞാനും അമ്മയും എന്താ പറയാ അകത്തേക്ക് പോവാ. അകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ ബീറ്റ്റൂട്ടിനുള്ള ഒരു ഉപ്പേരിയും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് അടുക്കളയില്. ഇനി നേരെ അടുക്കളയിലേക്ക്, വേറെ പുറത്തെ പണികളൊന്നും ഇനി ഇപ്പൊ എടുക്കണില്ല കേട്ടോ. ഞങ്ങള് പോവാമോ നമുക്കപ്പൊ. ഇപ്രാവശ്യം ബീറ്റ്റൂട്ട് നടുന്നതിന് മുമ്പ് നമ്മളിവിടെ ഉള്ളി നട്ടുള്ള സ്ഥലാ. ഇനി അടുത്ത ഈ പ്രാവശ്യം ഇനി ഉള്ളി തന്നെയാട്ടാ. ബീറ്റ്റൂട്ട് കഴിഞ്ഞല്ലോ, നല്ല ഇളകിയിട്ടുള്ള മണ്ണാ കണ്ട, നല്ല സുഖ. ഇതിൽ നട്ടുണ്ടെങ്കിൽ ഉള്ളി നല്ല പോലെ ഉണ്ടാവും. അപ്പൊ ഉണ്ടല്ലോ, അമ്മ നോക്കിയതാ ബീറ്റ്റൂട്ട് നന്നാക്കിട്ട് അവർ തോരൻ വെക്കാൻ വേണ്ടിട്ട്. നോക്കിയേ, നല്ല കളറാണ്. നമ്മള് സാധാരണ ബീറ്റ്റൂട്ടൊക്കെ മേടിക്കലോ അതേപോലത്തെ ഒരു കളറ്. നോക്കിയേ, അമ്മ നിർത്തിയമ്മ കളറ് കെട്ടിടക്കട്ടെ കണ്ട. നോക്കിയേ, നല്ല ബീറ്റ്റൂട്ടാട്ടാ. അതേപോലെ നീരൊക്കെ ഭയങ്കര കൂടുതലാണ് ബീറ്റ്റൂട്ടിന്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പോർക്കാട്ടെ നമ്മളിന്ന് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പോർക്ക് ഞാൻ നമ്മുടെ കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല ചതുരം കഷ്ണങ്ങൾ പോലെയായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിത് ഒരു ഉരുളിലേക്ക് കയറ്റി നമ്മുടെ ഉരുളിലേക്ക് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകട്ടാ. നമ്മള് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചത് വെളിച്ചെണ്ണ ചൂടായി വന്നു കേട്ടോ. അപ്പൊ ഞാനിതിരിക്കുന്നുണ്ടല്ലോ ഒരു 3 സവോളയുടെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ സവോള നല്ലൊരു ഗോൾഡൻ കളർ അവിടെ വരെ തന്നെ നമ്മൾ ആക്കി വെച്ചിട്ടാണ്. ഒപ്പം നമുക്ക് ഇതിരിക്കുന്നുള്ളതൊക്കെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ 2 തുടം വെളുത്തുള്ളി, അതേപോലെ തന്നെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, പിന്നെ വേപ്പില, നല്ലൊരു വലിപ്പുള്ള 2 കഷ്ണം ഇഞ്ചി ഇട്ടാ, എല്ലാം കൂടി നമ്മൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു പച്ച കുത്തുണ്ടല്ലോ, അത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം അതായത് നല്ലൊരു മണം വരും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴേ തീ കുറവിലിട്ടിട്ട് ആക്കിയെടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയെ പിടിക്കും. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിയ തീ കുറവിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ 2 ടീസ്പൂണ് മുളക് പൊടി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്തിരി കുറവായിട്ട് ഇടുന്നുള്ളൂ, കാരണം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വളർന്നിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതാ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളുടെ ഒരു പച്ച കുത്ത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ഇട്ട് അതിനൊരു പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മൾ വേവിച്ച് നമ്മുടെ പോർക്കുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് വേവിക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
മസാലയ്ക്കും എല്ലായിടത്തും ആവേണ്ട രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പുണ്ടോ നോക്കണം. കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ച് നോക്കണം. പക്ഷെ നമ്മൾ ഇതുണ്ടല്ലോ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞതായിരുന്നു. കാരണം അല്ലെങ്കിൽ കുറേ നെയ്യ് വരും. അത് കാരണമാണ് നമ്മൾ വെള്ളം ഊറ്റി കളയുന്നത് കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നോക്കിയേ നന്നായി ഇളക്കി മസാല ഒക്കെ നമ്മുടെ ഇറച്ചിയിൽ നോക്കിയാൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂടി വയ്ക്കുക. കാരണം നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മാത്രമാണ് നമ്മുടെ ഇറച്ചിയുമ്പോൾ മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പോർക്ക് അവിടെ ഇരുന്ന് വെന്തിട്ടുണ്ടല്ലോ, മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതിയല്ലോ. അപ്പോഴേക്കുണ്ടല്ലോ ഞാൻ എൻ്റെ കുക്കർ ഒന്ന് കഴുകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കില്ലേ, അധികം പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല. അമ്മയുടെ ഇതാ ബീട്രൂട്ട് അരിഞ്ഞ് കഴിഞ്ഞു തുടങ്ങിട്ടാ. അമ്മ നല്ല ചെറുതാക്കിട്ട് നോക്കുന്നല്ലേ, കുഞ്ഞീതാക്കിട്ട് അരിഞ്ഞെടുത്തോടെ. അമ്മയെ കഷ്ണങ്ങളൊക്കെ നോക്കുകയാണ് നല്ല പഞ്ഞിയാ. എപ്പോഴായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. നമ്മുടെ പോർക്കൊന്ന് തുറന്നു നോക്കട്ടെ മൂടി. നന്നായിട്ട് ആവശ്യം കേട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി നിരക്കി വെക്കണം ഈ സമയത്ത്. ഇപ്പൊ നോക്കിയേ ആവിക്ക് കയറി നമ്മുടെ എന്താ പറയാ പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് പോർക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാട്ടെ. ഇതേപോലെ തന്നെ അതല്ല ഇതിൽ നിന്ന് കുറച്ചും കൂടി നെയ്യൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീ കുഴവിൽ വെച്ചിട്ട് ഈ രണ്ട് സൈഡിലേക്ക് ഇതിങ്ങനെ നീക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഉരുക്കി വരും. അപ്പോൾ നമുക്കത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യണില്ല, ഇതേപോലെ ഉരുക്കി വരുന്ന നെയ്യൊക്കെ ഒന്ന് കുറച്ചും കൂടി കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ട വരുന്ന നെയ്യ്, ഈ നെയ്യൊക്കെ നമുക്ക് മുക്കി കളയാം. കണ്ട ഇതേപോലെ നെയ്യ് വരുമ്പോൾ വേണ്ട നമുക്ക് ഇങ്ങനെ ഊറ്റി മാറ്റാം. തീ കുറവിൽ തന്നെ വെക്കണം കേട്ടോ. എങ്കിലാണ് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇറച്ചി കരിഞ്ഞു പോവും. കണ്ട ഇതേപോലെ നെയ്യൊക്കെ ഒന്ന് കുറച്ച് ഊറ്റി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പോർക്കുണ്ടല്ലോ ഒന്നും കൂടി ഇങ്ങനെ പരത്തി തീ വെക്കാം കേട്ടോ. തീ കുറവിൽ തന്നെ അങ്ങനെ വേണം നമ്മൾ ഈ പോർക്കിലത്തെ നെയ്യ് എല്ലാം അതും കൂടെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തീ കുറവിൽ വെച്ചോളൂ, മൂടി വയ്ക്കണ്ട കേട്ടോ. നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇത് നോക്കി നീക്കുമ്പോൾ നെയ്യ് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഉരുക്കി ഇങ്ങോട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ ഒരു എന്താ പറയുക നല്ല ക്ഷമയോട് കൂടിയിട്ട് തന്നെ തീ കുറച്ച് വെച്ച് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് പോർക്ക് കഴിക്കാൻ പറ്റും. നെയ്യൊന്നും കൂടുതൽ നമ്മൾ വായിലിട്ടിട്ട് ഓരോ കഷ്ണം കടിക്കുമ്പോൾ ഈ നെയ്യിൽ ഈ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോൾ നന്നായിട്ട് എന്താ പറയുക നെയ്യ് നമ്മുടെ വായ നിറച്ച് നെയ്യ് വരുന്ന പോലെ വരും. പക്ഷെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ നെയ്യൊക്കെ പോയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ വീണ്ടും ഇതാ അതേപോലെ തന്നെ പരത്തി വയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഇതിന് ഊറ്റിയെടുക്കണം. അപ്പോൾ നോക്കിയേ നമ്മുടെ പോർക്കിട്ട് ഒരുവിധം നെയ്യൊക്കെ നന്നായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ വീണ്ടും ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് ഞാനിതാ ഊറ്റിയെടുക്കട്ടെ കേട്ടോ. കണ്ടോ നമ്മുടെ പോർക്കൊക്കെ ഇതൊക്കെ നല്ല എന്താ പറയുക ഒരു പൊട്ടി തെറിക്കുന്ന സമയം വരും. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇനി അധികം നെയ്യൊന്നുമില്ല. ഈ നെയ്യ് തന്നെ ഊറ്റി എടുക്കുന്നതോട് കൂടി കഴിയും കേട്ടോ. ചൂടാറുന്നതിനനുസരിച്ച് വീണ്ടും വന്നു തുടങ്ങും. അത് കഴിയുന്നതോടുകൂടി നമുക്ക്
പിന്നെ നെയ്യ് കിട്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മളുണ്ടല്ലോ ഇതിലിപ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ ഊറ്റിയെടുത്താൽ കാരണം മുളക് പൊടിയും ഒക്കെ എരിവൊക്കെ കുറവുണ്ടാവും. അപ്പം നമുക്കിതാ ഇനി ഇതിൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ മസാലപ്പൊടി ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതാ വീണ്ടും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണേ, എങ്കിലാണ് ആ മുളക് പൊടിയുടെ ആ കുക്കപ്പിന് ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ പൊടിച്ചിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ പോർക്ക് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട, നല്ല വളർന്ന് പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കുണ്ടല്ലോ വീണ്ടും ഒന്ന് ഇങ്ങോട്ട് ഒതുക്കി വയ്ക്കാം. കാരണം ഒരുവിധം നെയ്യൊക്കെ നമ്മളിതിൽ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ചൂടാറി വരുമ്പോൾ ഇത്തിരി വരും, ആ കുറച്ചുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒതുക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പോർക്ക് ഫ്രൈ റെഡി. ഈ വരുന്ന നെയ്യ് കണ്ട ചെറുതായിട്ട് വരുന്ന ഇത് കഴിയുന്നതോടുകൂടി നമുക്ക് ഇനി പോർക്കിൽ നെയ്യേ ഉണ്ടാവില്ല. അപ്പൊ അമ്മ എന്താ പറയാ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് ഇതാ തോരൻ വയ്ക്കാനായിട്ട്. അപ്പൊ സാധാരണ തോരൻ വയ്ക്കാൻ പോയില്ല, മെഴുക്ക് പുരട്ടി. സാധാരണ മെഴുക്ക് പുരട്ടി ചെയ്യാതെ പൊടിയാട്ടാ. അതായത് നമ്മുടെ ഉള്ളിയും വേപ്പിലും കൂടി അമ്മ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീനച്ചട്ടിക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതൊക്കെ അതിലിട്ടിട്ട് ആക്കി എടുക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇത് ബീട്രൂട്ട് നല്ലൊരു വ്യത്യാസമാണ് ഉള്ളത്. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ കുത്തുമുളക് കൊടുത്തോ? വെളിച്ചെണ്ണ കുത്തിപ്പൊടി മുളക് അല്ലേ? ഉപ്പും പൊടി കൊടുത്തോ? ഭയങ്കര ചൂടായി തന്നെ എന്തെങ്കിലും പണി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ദാഹിക്ക വെള്ളം ദാഹിക്കാതെ ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ പുറത്ത് പണിയാണെങ്കിൽ ഞാൻ കുറച്ച് പുറത്തോട്ടായി വെള്ളം കുടിയുടെ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല. ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നപ്പോ അമ്മ അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തുട്ടാ. ഇനിയിപ്പോ ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കണല്ലേ? ഒഴിച്ചിട്ട് മതി. അത് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാ പിന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ ബീട്രൂട്ടായ കാരണം നമ്മളിത് കരിക്കിട്ടൊന്നുമില്ല കേട്ടാ, വെറുതെ ഉറുക്കി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നേരിട്ട് നമ്മൾ ഉള്ളിമുളക് മുപ്പിച്ചേരി ഇട്ട് കൊടുക്കാട്ടാ. ഇനിയിപ്പോ ഇത് മൂടിയേക്കില്ല അമ്മേ? അപ്പൊ മൂടിയേക്കാറേ. പിന്നെ നമുക്കറിയാം ബീട്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തീ കുറവിട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് അതിലെങ്ങനെയായിട്ട് വെള്ളം വറ്റിച്ചെടുക്കട്ടെ. കാരണം നമുക്കറിയാം ബീട്രൂട്ട് തുടയണതല്ലല്ലോ. പിന്നെ നമുക്ക് നാളെ വെള്ളം അല്ലേ? അതെന്താ ചെല്ലണം? ഒരു പിടി നാളെ മതി. അപ്പൊ നോക്കിയാൽ എത്ര മതി? മതി. ഇതെന്താ എന്താ പെട്ടെന്ന് വേവാറുണ്ട് നമ്മുടെ വീട്ടിൽ ആകുമ്പോ. നോക്കട്ടെ. ഒട്ടും കൂടി പണിയായാൽ വേണ്ടിട്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അത്
അല്ല നമ്മളടുത്ത് എന്തൊക്കെയാ ഞാൻ ഓവറായിട്ട് കുറെ വേവിക്കില്ലാട്ടോ അത് നല്ല ടേസ്റ്റ് വരാറുണ്ട്. വളരാത്തതല്ലേ നല്ല ആ വളമൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്കല്ല പണിസ്വാദ് കൂടുതലോ നായകല്ലേ. ആ ആ ഇത്ര മതി. അമ്മയുടെ കയ്യിലേ എന്താ പറയാ നമ്മൾ എത്ര കഴിക്കാനും അമ്മ വെച്ചിട്ട് അതായത് നമുക്കൊരു ടേസ്റ്റ് തോന്നാറുണ്ട്. എപ്പോഴും നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ കഴിക്കണേക്കാളൊക്കെ ഒരു രസം തന്നെ വയ്ക്കുമ്പോ. അമ്മ എന്നോട് നോക്കണം പറയാം. അപ്പൊ അത് നമ്മുടെ ബീട്രൂട്ടിലേക്ക് കഴിയും. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ ഞങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞില്ലേ അമ്മ? മൂടിയില്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ. അപ്പൊ ഇന്നലത്തെ സാമ്പാറും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ബീട്രൂട്ടും അതേപോലെ നമ്മുടെ പോർക്കും കൂടാണ്ട് കേട്ടാ. പോർക്കിന്റെ ടേസ്റ്റ് കുറവാ. അടിപൊളിയാണ്. പറയാ ഇതായിരിക്കാം നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ടല്ലേ. ഇതേപോലെ വീഡിയോയിലേക്ക് വെച്ചിട്ടില്ലേ ഇത്? അടിപൊളിയായിട്ട് അത്. പിന്നെ ബീട്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റാണ്. നാളികേരൊക്കെ ഇട്ട് തോരൻ വെച്ചപ്പോ നല്ല രസമുണ്ട്. സാമ്പാർ ഞാൻ ഇന്നലെ വെച്ചിട്ടുള്ളത് അത് അമ്മ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. തലേ ദിവസത്തെ അമ്മ പിറ്റേക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൊടുത്ത സാമ്പാറിന്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ സുജാത നായരുടെ മകൻ അബേയ്ക്കാണ് ഞാൻ ഹായ് പറയണേ. അപ്പൊ ഹായ് അബേ. പിലോമിന ഷാജു ഹായ് പിലോമിന. ഹായ് നുസ്രത്ത്. ബിന്ദു സോമൻ പറൂർ ഹായ് ബിന്ദേച്ചി. ബീന തലൂർ ഹായ് ബീനേച്ചി. ജിൻസി ജിങ്കിൽ കാസർഗോഡ് ഹായ് ജിൻസി. ഇനി നമുക്ക് പോവാട്ടാ. അപ്പൊ നമ്മള് സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. ഞാനും അമ്മയും ഷായേട്ടന് ക്യാമറ പിടിച്ചു തരണായിരുന്നു കേട്ടാ. അപ്പൊ നമുക്കിന്ന് പറഞ്ഞോണ്ട് അടുത്ത് തന്നെയാണ് കേട്ടോ തിയേറ്റർ. അമ്മ ഷായിട്ട് ഞങ്ങളെ തിയേറ്ററിൻ്റെ മുന്നിൽ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു സിനിമയ്ക്ക് പോയ ടൈമിൽ. അപ്പോൾ തിയേറ്ററിൻ്റെ മുന്നിലാണെങ്കിൽ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനാകുമ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്ക് ഷായിട്ട് വന്നിട്ട് അപ്പോൾ പിന്നെ നമ്മൾ വേഗം സിനിമ തുടങ്ങേണ്ട അതിൻ്റെ ടൈം ആയിട്ടായിരുന്നു. അപ്പൊ നമ്മൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയായിട്ട് നമ്മൾ കണ്ടത്. നല്ല പടം. ഞങ്ങള് സിനിമ കഴിഞ്ഞിറങ്ങി നമ്മളൊരു ജ്യൂസ് കഴിക്കാൻ ചുരുങ്ങി വരാട്ടോ. അടുത്ത് തന്നെ ഒരു കടയാണ്. സിനിമ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടാ. അപ്പൊ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയാണ് നമ്മൾ കണ്ടത്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട്, ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല, അതാണ് ഞാൻ വീണ്ടും പറയണേട്ടാ. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ അമ്മ സിനിമ കണ്ടപ്പോളേ ഈ സിനിമയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ലാസ്റ്റ് സിനിമ കണ്ടത് ബാഹുബലി. അത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാട്ടോ പോയി കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഇന്നിപ്പോ ആദ്യമായിട്ട് സിനിമയ്ക്ക് ഇറങ്ങിയത്. അപ്പൊ പടം നല്ല തന്നെയായിരുന്നു അല്ലേ അമ്മ? ഇഷ്ടമായില്ലേ? നല്ല പടമായിരുന്നു കേട്ടാ. അപ്പൊ ഇനി നിർത്താലോ നമുക്ക്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടാ.